ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഇട്ട് നല്ല റിച്ചായിട്ട് ഒരല്പം മധുരമൊക്കെ ഉള്ളൊരു കാശ്മീരി പുലാവ് ഉണ്ടാക്കിയാലോ. ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഹോൾ സ്പൈസസും കുറച്ച് പെരുംജീരകവും ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ബദാമും കാഷ്യൂനട്ടും ഇട്ട് അതിൻ്റെ കളർ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ട് കുറച്ച് ഉണക്കമുന്തിരിയും കൂടെ ചേർത്ത് അതൊന്ന് വീർത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് കുറച്ച് ആപ്പിൾ ഇട്ട് കൊടുക്കാം. അതും ഒന്ന് വഴറ്റിയിട്ട് കഴുകി വൃത്തിയാക്കി വെച്ച അരിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് അരി വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അരിയുടെ ലെവലിൽ നിന്നും 1/2 ഇഞ്ച് ലെവൽ മേലെ നിൽക്കത്തക്ക രീതിയിൽ വെള്ളവും ആവശ്യത്തിന് ഉപ്പും. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഏറെ മധുരം വേണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യാം. ഞാൻ ആഡ് ചെയ്യുന്നില്ല. എന്നിട്ട് അടച്ചു വെച്ചൊരു 12 to 15 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റൈസൊക്കെ വെന്ത് നല്ല അടിപൊളി ഒരു മണം വീട് മുഴുവൻ അങ്ങ് വരും കേട്ടോ. ഒരു രക്ഷയില്ല. ഇനി ഇതിൻ്റെ മേലിലേക്ക് കുറച്ച് ഫ്രൈഡ് ഒനിയനും കൂടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ്, ഞാനിപ്പോൾ പൊമഗ്രാനൈറ്റ് മാത്രമേ ഇടുന്നുള്ളൂ, ഗ്രേപ്സോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്യുക, പ്ലേറ്റിലേക്ക് വിളമ്പുക. വെറുതെ കഴിക്കാൻ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. ഞാനൊരു സ്പെഷ്യൽ ചിക്കൻ കറിയുടെ കൂടെയാണ് കഴിച്ചത്. അതിൻ്റെ വീഡിയോ പുറകെ ഇടാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.